ഇതെല്ലാവരും കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതാണ് തമുക്ക്. നമുക്ക് അവലോസ് കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അധികം എണ്ണക്കടികൾക്ക് പകരം ഇതുപോലെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ കഴിക്കാറ്. ഇതിപ്പോൾ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. മിക്കപ്പോഴും ചെറുപഴം തന്നെയാണ്. ഇനി ഇതില്ലെങ്കിൽ നേന്ത്രപ്പഴം എടുക്കാം. ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും ചെറിയ പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് ശർക്കരയാണ് എടുക്കുന്നത്. ഇത് അധികം കളറില്ലാത്ത ശർക്കരയാണ്, എന്നാൽ നല്ല മധുരമാണ്. വെള്ള ശർക്കര എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് ആവശ്യത്തിന് നമുക്ക് എടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ജീരകവും ഏലക്കയാണ്. അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി അടുത്തത് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അവലോസ് പൊടി. അപ്പോൾ നമുക്ക് അവലോസ് പൊടി ആവശ്യത്തിന് വേണം. ഇതില്ലെങ്കിൽ നമുക്ക് അരി വറുത്ത് പൊടിച്ചിട്ടായാലും ഇത് ചെയ്തെടുക്കാം. ചില പള്ളികളിൽ ഇത് നേർച്ചയായിട്ട് കിട്ടാറുണ്ട്. അവിടെ മിക്കപ്പോഴും അവലോസ് പൊടിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് ആദ്യം ശർക്കര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അവലോസ് പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഈവനായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. പഴത്തിലേക്ക് ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടണം. അത്രയും മതി. സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ പഴം ഉടഞ്ഞു പോവാതെ ഒന്ന് സൂക്ഷിക്കണം. പഴവും അവലോസ് പൊടിയും ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അവലോസ് പൊടി നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. കടയിൽ നിന്ന് മേടിക്കാനും കിട്ടും. അപ്പോൾ നമ്മുടെ ഈസി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ റെസിപ്പീസിന് കൂടെ കൂടിക്കോ.